സാധിക്കും. And then we see fourthly in Ephesians 4:3 that we are to endeavor to keep the unity of the Spirit in the bond of peace. നാലാമത് നമ്മൾ കണ്ടിരിക്കുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുകയും ചെയ്യണം. Now these four principles which I say are very important for us as a body of believers. ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരം എന്ന നിലയിൽ ഈ 4 പോയിന്റ്സും വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. We need to always see that we follow this principle in our lives. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ തത്വങ്ങളെ നമ്മൾ അനുധാവനം ചെയ്യുന്നതായിട്ടുള്ള മനസ്സിലാക്കിയിരിക്കണം. Now if we neglect these truths, we can always land up in confusion and troubles in our coming ഈ together. സത്യങ്ങൾ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അവസാനമായിട്ട് പരാജിതരും ഒക്കെ ആയി മാറ്റപ്പെടാൻ Now സാധിക്കും. when somebody else will come in our midst, they will be able to see a tremendous presence of God and the divine order of God in our midst. മറ്റുള്ള ആൾക്കാർ പൊതുവായിട്ട് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മധ്യ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരവും അത് തന്നെയല്ല ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ അവർക്ക് രുചി അറിയുവാനായിട്ട് സാധിക്കും. Now I would like to go into a little detail of what happens when God's people gather together. ഇപ്പോൾ ഞാൻ തുടർന്ന് എന്താണ് ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ സംഭവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കുറച്ച് വിശദമായി സംസാരിക്കാൻ പോകുന്നു. Number one, what happens is ഒന്നാമത് the head of the church meets with the body. ഒന്നാമത് സഭയുടെ തല ശരീരത്തിലെ അവയവങ്ങളുമായിട്ട് സന്ധിക്കുന്നു, ഒന്നിച്ചു കൂടും. Matthew chapter 18 and verse 20. Let's read. മത്തായിയുടെ സുവിശേഷം Matthew chapter 18 and verse 20. 20-ാമത്തെ വാക്യം, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് Praise God. The Lord says, 2 or 3 are gathered in my name, there am I in the midst of them. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. So when we gather together, we need to realize that as we gather together, the Lord comes to meet with the body. ഒന്നാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവജനങ്ങളാകുന്ന നാം ഒന്നിച്ചു കൂടി കഴിയുമ്പോൾ, ശരീരത്തിലെ അവയവങ്ങളായ നാം ഒന്നിച്ചു കൂടി കഴിയുമ്പോൾ അതിന് തലയാകുന്ന ക്രിസ്തു നമ്മളെ സന്ധിക്കുവാനായി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നതാണ്. We need to acknowledge this in our lives. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മനസ്സിലാക്കിയെടുക്കേണ്ടതായിരുന്നു. You know, many people, though we know this verse, we do not really acknowledge the fact and realize this in our lives. പല ആൾക്കാർക്കും ഈ വാക്യം അറിയാമെങ്കിൽ ഇതിന്റെ സത്യം മനസ്സിലാക്കി അതിനെ അംഗീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. You know, in one particular church, ഒരു പ്രത്യേക സഭയില് every time the believers used to come late. എല്ലാ ദിവസവും വിശ്വാസികൾ വളരെ താമസിച്ച് വരാറുണ്ടായിരുന്നു. Sometimes the believers will come very, very late. ചില സമയത്ത് വിശ്വാസികൾ വളരെ വളരെ താമസിച്ച് വരാറുണ്ട്. So one particular Sunday, ഒരു പ്രത്യേക ദിവസം ഞായറാഴ്ച the pastor started the worship പാസ്റ്റർ ആരാധന ആരംഭിച്ചു. and the singing was over. പാട്ടെല്ലാം അവസാനിച്ചു. People had not yet come. ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. Some people came, ചില ആൾക്കാർ വന്നു. but many more were yet to come and join them. അന്ന് വീണ്ടും പലരും വന്ന് സഭയോട് അല്ലെങ്കിൽ ആരാധനയ്ക്ക് വന്ന് ഇറങ്ങായിട്ടുണ്ടായിരുന്നു. So just before he began to share the word, the pastor got up to say a few words to the people. Before he was about to share the word, വചനത്തിൽ സംസാരിക്കുന്നതിന് മുമ്പ് പാസ്റ്റർ എഴുന്നേറ്റ് ചില കാര്യങ്ങൾ സംസാരിച്ചു. he said, brothers and sisters, I could not wait for you like other Sundays for you all to come, then start the meeting. സഹോദര സഹോദരിമാരെ, കഴിഞ്ഞ ഞായറാഴ്ചകളിലെ പോലെ നിങ്ങൾ എല്ലാവരും വന്നിട്ട് ആരാധന ആരംഭിക്കാം എന്ന് ചിന്തിച്ചിരിക്കുക ഇരിക്കാൻ പറ്റിയില്ല. Why I could not do that was, എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയെന്ന് ചോദിച്ചാൽ, I could see that the Lord came when 3 brothers came into the house of God. 3 സഹോദരന്മാർ ഒന്നിച്ചു വന്നപ്പോഴേ കർത്താവും ഞങ്ങളുടെ മധ്യയിൽ വന്നതായിട്ട് ഞാൻ കണ്ടു. And I could not tell the Lord to wait for all other brothers to come into the church. മറ്റെല്ലാ സഹോദരന്മാരും വരട്ടെ എന്ന് എന്റെ കർത്താവിനോട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. Lord could not wait for all of them to come and fill the seat. അതായത് വേറെ വിധത്തിൽ പറഞ്ഞാൽ എല്ലാ കസേരകളും നിറയുന്നത് വരെ കർത്താവിന് കാത്തു നിൽക്കാനും കഴിഞ്ഞില്ല. So we need to realize that when we gather together, 2 or 3 are gathered, when the people of God come together, the Lord comes to meet with us as the head of the body. ഈ ദൈവത്തിന്റെ സഭയാകുന്ന ശരീരം ഒന്നിച്ചു കൂടുന്നതാകുന്ന സമയത്ത് അതിന് തലയാകുന്ന ക്രിസ്തു അവയവങ്ങളുമായി സന്ധിക്കുവാൻ കാണുവാനായിട്ട് ഒന്നിച്ച് വരുന്നതായിട്ടുള്ള അനുഭവമാണ്. Oh, we need to realize this. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം മനസ്സിലാക്കിയെടുക്കേണ്ടത്. You know why in many churches that there is an ignorance of His presence.
എന്തുകൊണ്ടാണ് അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഒരു ഇഗ്നറൻസ്, ഒരു അറിവില്ലായ്മ കാണപ്പെടുന്നത്? The reason is that they do not acknowledge this verse. കാരണം അവർ ഈ വാക്യത്തെ മനസ്സിലാക്കി എടുത്തിട്ടില്ല. They do not accept this verse. ഈ വാക്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടില്ല. Yeah, we all can pray, or we all may say that 2 or 3 are gathered, Jesus is there, but we do not realize it as a reality. നമുക്കിതൊക്കെ പാടാനും പ്രാർത്ഥിക്കാനും എളുപ്പമാണ്. 2-3 പേർ എവിടെ കൂടിയാലും ഞാൻ അവിടെ വരുമെന്നുള്ളതായ വാക്യങ്ങളൊക്കെ പറയാൻ സാധിക്കെങ്കിലും അത് ജീവിതത്തിൽ മനസ്സിലാക്കി അത് യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയുന്നു. We need to know when 2 or 3 are gathered in His name, He has promised to be there and be the head in that place. 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാമെന്നും അവരുടെ തലയായിട്ട് ഇരിക്കാമെന്നും കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അവൻ വരും. So He comes. അതുകൊണ്ട് തീർച്ചയായും വരും. And we need to therefore respect Him and do everything centering around the person of the Lord Jesus. അതുകൊണ്ട് നാം അവന്റെ ആവശ്യങ്ങളെ സന്ധിക്കത്തക്കവണ്ണം അവനെ കേന്ദ്രീകരിച്ചായിരിക്കണം പിന്നെ ബാക്കി കാര്യങ്ങൾ നടക്കണം. This is a very, very important principle for us. നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. Now we know that in many places this is not realized and it's not a reality. ഇന്ന് നമുക്കറിയാം അനേക സ്ഥലങ്ങളിൽ അംഗീകരിക്കുകയോ ഇതിന് യാഥാർത്ഥ്യമാകുകയോ ചെയ്തിട്ടില്ല. But we need to know that this is a reality, that we as members of the body, when we gather, the Lord comes in to meet with us as the head of the church. നാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണെന്നും ദൈവത്തിന്റെ ജനമാകുന്ന നാം ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ സന്ധിക്കുവാനായിട്ട് അവൻ നമ്മുടെ മധ്യേ കടന്നു വരുന്നതായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട്. He is the head and He has promised that He will meet with us when we gather together in His name. അവൻ തലയാണെന്നും അവന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടി കഴിഞ്ഞാൽ അവൻ നമ്മുടെ മധ്യേ കടന്നു വരും എന്നും അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. It is a very important principle for us to note. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെയധികം നോട്ട് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുന്ന ഒരു പ്രധാന കാര്യങ്ങളാണ്. And therefore, അതുകൊണ്ട് as much as possible, കഴിയുന്നിടത്തോളം we need to be in the place of the meeting in time. മീറ്റിംഗിന്റെ സമയത്ത് അല്ല, മീറ്റിംഗ് നടക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ സമയത്ത് നാം എല്ലാവരും ആരാധനകൾക്ക് എത്താനായിട്ട്. Yeah, there are times, we have some real reasons where we are not able to be in time. ചില സമയത്ത് വരാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. Yeah, the Lord knows and understands us. അത് ദൈവം മനസ്സിലാക്കി നമ്മളെ അംഗീകരിക്കും. But in our heart we need to be a people who respect Him and have an attitude that will give Him the true reverence. എന്നാൽ അവരെ അംഗീകരിച്ച് അവന് വേണ്ടതായുള്ള ബഹുമാനം കൊടുക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. You know, when we turn to the book of Malachi, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് chapter 1, 1-ാം അധ്യായം, Malachi chapter 1, മലാക്കി പ്രവചനം 1-ാം അധ്യായം, you know, we see that the Lord had a complaint about the people here. ഇവിടെ ദൈവജനത്തെ കുറിച്ച് കർത്താവിനൊരു പരാതിയുണ്ട്. 6-ാം വാക്യം മുതൽ. Yeah, verse 6. 6-ാം വാക്യം മുതൽ. മകൻ അപ്പനെയും ദാസ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളെ യഹോവ അവൻ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാ ഞങ്ങൾ നാമത്തെ തുച്ഛീകരിക്കുന്നത് ചോദിക്കുന്നു. നിങ്ങൾ എന്നെ ആകെ എടുത്തെങ്കിൽ മലിന ഭോജനം അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നത് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്നെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. 8-ാമത്തെ വാക്യം, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ? നിന്നോട് തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. Now the scripture says here very clearly that, you know, the Lord was concerned about the children of Israel because they had no fear and they had no honor towards the Lord. ദൈവത്തിനോട് ഭയവും ബഹുമാനവും ഇല്ലാതിരുന്നതുകൊണ്ട് ദൈവത്തിന്റെ ജനമെന്ന് പറയുന്ന ഇസ്രായേലിനെ കുറിച്ച് ദൈവം വളരെയധികം ഭാരമുള്ളവനായിരുന്നു കാണുന്നു. They had no fear, they had no honor towards God. ദൈവത്തോട് യാതൊരു ഭയവുമില്ല, ഒരു ബഹുമാനവുമില്ല. Now the same thing we see prevailing today in the Christian world. ഇന്നും ക്രിസ്തീയ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. Yeah, they call the Lord Lord and Master, but there is no real fear. ദൈവമെന്നും കർത്താവെന്നും ഒക്കെ കർത്താവിനെ വിളിക്കുന്നുണ്ടെങ്കിലും ആ വിധത്തിലുള്ള ഒരു ഭയമൊന്നും ദൈവജനങ്ങളുടെ ജീവിതത്തിൽ. And the Lord was therefore not happy with the children of Israel. ഇവിടെ കാണുന്നത് ദൈവജനമായ ഇസ്രായേലിനോട് ദൈവജനത്തിന് സന്തോഷമൊന്നും തോന്നിയില്ല. Because they had no fear within their hearts. കാരണം ഇവരുടെ ഹൃദയത്തിൽ യാതൊരു ഭയവുമില്ലായിരുന്നു. It's not that they did not come to the house of the Lord. ദൈവഭവനത്തിലേക്ക് അവർക്ക് വന്നില്ല, അവർ വന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. But when they came,
അവർ വന്നപ്പോൾ they did not express their fear and reverence to the Lord. ദൈവത്തിനോടുള്ള ബഹുമാനവും ഭയവും അവർ പ്രകടമാക്കിയിരുന്നില്ല. They brought sacrifices, അവർ യാഗങ്ങൾ കൊണ്ടുവന്നു, they brought offerings, അവർ യാഗങ്ങൾ കൊണ്ടുവന്നു. but God was not pleased with that. അവർ യാഗങ്ങളും വഴിപാടുകളും ഒക്കെ കൊണ്ടുവന്നു, പക്ഷേ ദൈവം അതിലൊന്നും പ്രസാദിച്ചു. And the Lord says, ദൈവം പറയുന്നത്, you are bringing that which is lame. മുഖത്തുള്ളതിനെയും ദീനമുള്ളതിനെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. And the Lord says, take the same offering and go and give it to your chief minister. കഥാ പറയുന്നത് എങ്ങനെയാണ്, നീ അതേ എന്റെ സന്നിധി കൊണ്ടുവന്നിട്ടുള്ള ആ മുടന്തുള്ളതും ദീനമുള്ളതുമായ അതേ യാഗവും വഴിപാടും എടുത്ത് നിന്റെ മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുക്കുക. Will you ever do it? നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? The Lord was giving a very practical example to them. വളരെ പ്രായോഗികമായ ഒരു ഉദാഹരണം ഇവിടെ നൽകിയിരിക്കുന്നത്. For example, ഉദാഹരണമായിട്ട്, suppose you have an interview with the Prime Minister, Mr. Gandhi. രാജീവ് ഗാന്ധിയുമായിട്ട് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, സങ്കല്പിക്കാം. I'll just give you a natural example. ഒരു ഉദാഹരണം മാത്രമേ തരുന്നുള്ളൂ. Suppose the interview is at 10 o'clock. 10 മണിക്കാണ് ഇന്റർവ്യൂ എന്ന് കരുതുക. Tell me what time you will be there in Prime Minister's secretariat. പ്രൈം മിനിസ്റ്ററുടെ സെക്രട്ടേറിയറ്റിലുള്ള ഓഫീസിൽ നിങ്ങൾ എത്ര മണിക്ക് എത്തും? We will be there at least 1 hour before. കുറഞ്ഞ പക്ഷം 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ അവിടെ എത്തും. We will go there and report to the secretary. പോയി നമ്മൾ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ട് ചെയ്യും അവിടെ പോയിട്ട്. And that man will say, look sir, we do not have many seats to provide you. You may have to stand. സാർ, നിങ്ങൾക്ക് ഇരിക്കാൻ തക്കവണ്ണമുള്ള കസേരകളൊന്നുമില്ല, കഴിഞ്ഞു പോയി, ആൾക്കാർ ഫുള്ളായി പോയി, അവിടെ നിങ്ങൾ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ He will say, no problem sir, we will keep standing. ഒരു പ്രശ്നമില്ല, ഞാൻ നിന്നോളാം എന്നൊക്കെ നമ്മൾ പറയും. And so we know how to respect a governor in our lives. നമ്മുടെ ജീവിതത്തില് ഒരു ലോകത്തിന്റെ ആ രാജ്യ ഭരണാധികാരികളെ ബഹുമാനിക്കാൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. We know, but we do not know how to respect our God. പക്ഷേ ദുഃഖകരമായി തോന്നുന്നത് നമ്മുടെ കർത്താവിനെ ബഹുമാനിക്കാൻ പലരും This is the കഴിയുന്നില്ല. problem the Lord found with the children of Israel. ദൈവജനമായ ഇസ്രായേലിന്റെ ജീവിതത്തെ ദൈവം കണ്ടുപിടിച്ച ഒരു വലിയ കുഴപ്പം Now ഇതാണ്. we know that everybody who is working in a factory runs to punch in time. സമയത്ത് പോയി പഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കാണുന്നില്ലേ ആൾക്കാർ ഫാക്ടറിയിലേക്ക് ഓടുന്നത്? Yeah, we do that. അത് ചെയ്യുന്നുണ്ട്. We would like to see our children catch the right bus to go to the school. ശരിയായ സമയത്ത് നമ്മുടെ മക്കള് സ്കൂൾ ബസ് പിടിച്ച് സ്കൂളിൽ സമയത്തിനെത്താൻ വേണ്ടി നമ്മൾ എന്തുമാത്രം കരുതുന്നുണ്ട്? Yes, no? ശരിയല്ലേ? Really? Yes. The Lord says, but where is my husband? ദൈവം നമ്മോട് ചോദിക്കുന്നത് എന്നോടുള്ള ബഹുമാനം എവിടെ? Where is my husband? എന്നോടുള്ള ബഹുമാനം. You call me Lord. നിങ്ങൾ എന്നെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്, You call me Master. നിങ്ങൾ എന്നെ ഗുരു എന്ന് വിളിക്കുന്നുണ്ട്, You call me Father. യജമാൻ എന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾ അപ്പൻ എന്ന് വിളിക്കുന്നുണ്ട്. Where is my honor? എന്നോടുള്ള ബഹുമാനം എവിടെയാണ്? He says, you know how to honor the governor. നിങ്ങൾക്കറിയാം ഗവർണറെ അല്ലെങ്കിൽ ദേശാധിപതി എങ്ങനെയാ ബഹുമാനിക്കേണ്ടതെന്ന്. You do not know how to honor your God. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ കർത്താവിനെ എങ്ങനെയാ So dear ബഹുമാനിക്കേണ്ടത്. brothers and sisters, പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, we need to respect our Lord. നമ്മുടെ കർത്താവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത്. All when we gather together, നാം ഒന്നിച്ചു കൂടുമ്പോൾ make sure we come to meet with the Lord. ദൈവത്തെ സന്ധിക്കാൻ വേണ്ടി കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. Now when we come into the house of the Lord, we are coming to meet with our God. നാം ദൈവഭവനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൈവത്തെ കാണുവാൻ വേണ്ടിയാണ് കടന്നു വരുന്നത്. You have that anticipation and great longing in your heart to meet with God when you gather together for praise, worship, studying or whatever it may be. നാം ഒന്നിച്ചു കൂടി ആരാധിക്കുകയും സ്തുതിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായ സാഹചര്യത്തില് ദൈവത്തെ കാണുവാനായിട്ടാണ് വരുന്നത് എന്നുള്ളതായിട്ടുള്ള വലിയ ആന്റിസിപ്പേഷൻ അല്ലെങ്കിൽ ആ വലിയ ജാഗ്രത, വലിയ വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ട്. Oh, at one time we didn't have understanding. At one time we didn't have understanding. ഒരു കാലം നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു. At one time we had no light on these things. ഈ കാര്യങ്ങളുമേൽ നമുക്ക് യാതൊരു പ്രകാശവും ലഭിച്ചിരുന്നില്ല. But now thy light is coming. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രകാശം വരികയാണ്. So we need to be the children of the light. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ വെളിച്ചത്തിന്റെ മക്കളായിട്ട് നടക്കണം. അല്ലേ? Praise God. We need to be the children of the light. നാം വെളിച്ചത്തിന്റെ മക്കളായിട്ട് നടക്കണം. So always have a longing in your heart. Today we are gathering together. Lord, I want to be there and I want to meet with you and I want to hear together with my brothers and sisters what you want to speak to us. That longing, that desire should be within our heart. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടി എന്റെ കർത്താവേ നിന്റെ സന്നിധി കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. Yeah. നീ ഞങ്ങളോട് സംസാരിക്കുന്നത് എന്താണ്? നിന്റെ സഹോദരൻ, നിന്റെ മക്കളിലൂടെ, എന്റെ സഹോദരന്മാരോട് നീ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കേൾക്കുവാനുള്ള ഒരു വലിയ വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ടതായി. Oh, I see. Now we see today people take all these things very lightly and as a routine or a traditional thing. ഇന്ന് ആൾക്കാർ ഇതൊക്കെ വളരെ ലഘുവായിട്ട് ഒരു ചടങ്ങായിട്ട് ഒരു കർമാചാരം പകുതി എടുത്തിരിക്കുകയാണ്. But we should never do that mistake. എന്നാൽ നാം ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. We should never do that mistake. ആ തെറ്റ് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. മനസ്സിലാകുന്നത് പറയുന്നു. Praise God.
God wants us to be a people who walk in the reality, who walk in the truth, who honor Him, and not only say with our mouth that Lord, Lord, or we love you, Lord, but would like to show it by our life. ദൈവത്തിന്റെ സത്യത്തെ സ്നേഹിക്കുന്ന, യാഥാർത്ഥ്യത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ഒരു ജനമായും വളരെ വാക്കുകളുള്ള എന്ന് പറയുന്നവരായിട്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് അവരെ പൂർണ്ണമായി ബഹുമാനിക്കുന്ന ഒരു ജനമായി മാറ്റപ്പെടുവാൻ കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. Then 3 or 4 or 2 or 3 come with such a longing to meet with God. Praise God, He comes there. അങ്ങനെയുള്ള ആഗ്രഹത്തോടെ 2 3 പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യ നമ്മുടെ കർത്താവുണ്ട്. That is the reality. അതാണ് യാഥാർത്ഥ്യം. That is the body of Christ. അതാണ് ക്രിസ്തുവിന്റെ That ശരീരം. is the church which Jesus said, I will build. അങ്ങനെയുള്ള സഭയാണ് കർത്താവ് പറഞ്ഞു ഞാൻ പണിയുമെന്ന്. Gates of hell shall not prevail against such a body. പാതാള ഗോപുരങ്ങൾ അങ്ങനെയുള്ള സഭകളുടെ മേൽ ജയം We need നേടുകയില്ല. to be always, realize this in our hearts. ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Let me just share you a little more about this further. ഇതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയട്ടെ. We are not to have actions like the heathen to bring in the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുവരാനായിട്ട് ഈ ജാതികൾ കാണിക്കുന്ന പോലെയുള്ള പാപപ്രകടനങ്ങളൊന്നും ആവശ്യമില്ല. That's very important. Turn with me to Matthew അവരുടെ പ്രാധാന്യമുള്ളതാണ്. 6 and verse 7. മത്തായി 6:7 വാക്യത്തിൽ പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ല അവർക്ക് തോന്നുന്നത്. Yeah. So we see our actions like the Gentiles will not bring the presence of God. ഈ ജാതികളെ പോലെയുള്ള എന്തെങ്കിലും ചില ചടങ്ങുകൾ, ചില ഭാവപ്രകടനങ്ങൾ ദൈവസാന്നിധ്യത്തിൽ കൊണ്ടുവരാൻ പോകുന്നില്ല. Yeah. It's not our actions or some kind of doing that is going to bring the presence of God. എന്തെങ്കിലും പ്രകടനങ്ങളോ എന്തെങ്കിലും ചെയ്തികളോ അല്ല ദൈവസാന്നിധ്യം നമ്മുടെ മധ്യേ കൊണ്ടുവരാൻ പോകുന്നത്. You know, we see today there are several groups where they want to bring the presence of God, and so they do a lot of things. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടുവരാൻ വേണ്ടി അനേക ഭാവപ്രകടനങ്ങൾ ചെയ്യുന്നതായുള്ള, പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതായുള്ള അനേക ജനങ്ങളെ കാണാൻ The സാധിക്കും. Lord says, when you pray, do not pray like the Gentiles with vain repetitions. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ അതിഭാഷണത്താൽ അല്ലെങ്കിൽ വെയിൻ റിപ്പീറ്റേഷൻ, അർത്ഥമില്ലാത്തതായിട്ടുള്ള ആവർത്തനങ്ങൾ വാക്കുകൾ നടത്തുന്നതാണ്. You know, if you go to the Gentiles and you look at them, we see them having vain repetitions. നിങ്ങൾ ജാതികൾ അടുക്കിലേക്ക് പോകുക, അവരുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ആവർത്തനം, അർത്ഥമില്ലാത്ത ആവർത്തനം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. They keep on repeating, or they keep on conjuring up something with their mouth. നമ്മൾ അവരുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. And they think by doing that they can bring the presence of God. അവർ ചിന്തിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് മൂലം അവർക്ക് ദൈവ സാന്നിധ്യം കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നത്. But the Lord Jesus Christ said very clearly, but when you pray, do not be like the Gentiles. യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ആവരുത്. Oh, we should learn this lesson. ഈ പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. We know sometimes certain backgrounds that we come from, we see people, using words repeatedly so that they may feel the presence of God. നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ നമ്മൾ വന്നിട്ടുള്ളതാണ്, അവിടെ ചെന്നറിയാം ഈ ആൾക്കാരെ ദൈവ സാന്നിധ്യം കൊണ്ടുവരാൻ വേണ്ടി ആവർത്തിച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നതായിരുന്നു. Now, especially we see when if you go to some Pentecostal assemblies, പെന്തക്കോസ്ത് അസംബ്ലിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ we can see them singing songs faster. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരെ ഈ പാട്ടുകൾ സ്പീഡ് കൂട്ടി പാടുന്നതായിട്ട്. In Tamil Nadu, there's a preacher. തമിഴ്നാട്ടിൽ ഒരു പ്രാസംഗികനുണ്ട്. He will say like this. He used to tell in big meetings like this. വലിയ വലിയ മീറ്റിങ്ങുകളിൽ ഇപ്പോൾ അദ്ദേഹത്തിന് I won't പറയാനുണ്ടായിരുന്നു. tell his name, but he used to tell, now let us sing like the bullock cart. അദ്ദേഹം ഇങ്ങനെ പറയും, ആദ്യം നമുക്ക് ഈ കാളവണ്ടി പോലെ പാടണം, Then let us sing like a motorcycle. പിന്നീട് മോട്ടോർ സൈക്കിൾ പോലെ പാടണം, Then let us sing like going in a fast bus. അതിനുശേഷം അല്പം കൂടെ സ്പീഡ് കൂടിയ ബസ്സേ പോകുന്ന പോലെ പാടണം, Now let us sing like going in a train. അതിനുശേഷം ട്രെയിനെ പോകുന്ന പാടണം. This is what exactly happening in many places. ഇതാണ് അനേക സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത്. So they think by doing all these things, somehow they can bring the presence of God. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ചില പ്രകടനങ്ങളിലൂടെ ദൈവസാന്നിധ്യം മധ്യേ കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. We need to know we cannot bring the presence of God by vain repetitions or conjuring up, certain things like that. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഏതെങ്കിലും വാക്കുകളുടെ ആവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകടനങ്ങൾ കൊണ്ടോ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ കൊണ്ടുവരാൻ സാധ്യമേ അല്ല. This is very important for us. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. Sometimes because we see other people do, we tend to go in that way, which is not the right way of the Lord. മറ്റു പലരും ചെയ്യുന്നത് കാണുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തില് അതുപോലെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഒരുപക്ഷെ കടന്നു വരാൻ സാധ്യതയുണ്ട്. Our actions should be always
towards the Lord and lifting up His name and obeying the Lord. നമ്മുടെ കണ്ണുകൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മുടെ പ്രകടനങ്ങൾ എപ്പോഴും ദൈവത്തോടായിരിക്കും, നമ്മുടെ കർത്താവിലേക്ക് നോക്കി അവരുടെ നാമത്തെ ഉയർത്തുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. We need to avoid every selfish motive. എല്ലാ സ്വാർത്ഥ ആഗ്രഹങ്ങളും ചിന്തകളും അത് പൂർണ്ണമായി We need to നശിപ്പിക്കപ്പെടേണ്ടതാണ്. lay aside every pride that rises up within. നമ്മൾ തന്നെ എഴുന്നേൽക്കുന്നതിനാൽ എല്ലാ അഹംഭാവവും We വലിച്ചെറിയേണ്ടതായിരിക്കും. should not have the desire to be seen by others in our actions when we come together. നാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ പ്രകടനങ്ങളൊക്കെ മറ്റുള്ളവർ കാണണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. Turn with me to Luke chapter 18 and verse 14. ലൂക്കോസ് 18:14. ലൂക്കോസിന്റെ സുവിശേഷം 18:14. അവൻ നീതിയിരിക്കപ്പെടുന്ന വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടുന്ന താഴ്ത്തുന്നതല്ല ഉയർത്തപ്പെടുന്ന ഞാൻ നിങ്ങളോട് പറയും. Right, we see here verse 13, and the publican standing afar off would not lift up so much as his eyes unto heaven, but smote upon his breast, saying, God be merciful to me, a sinner. ഇവിടെ കാണുന്ന പരീക്ഷ നിന്നുകൊണ്ട് അതുപോലെ വാക്യം പോലെ വായിക്കുമ്പോൾ ചുങ്കക്കാരന്റെ നൊലുത്ത് നിന്നുകൊണ്ട് സ്വർഗ്ഗത്തേക്ക് നോക്കുമ്പോൾ തുണിയാളെ മാറി തെളിച്ചു. ദൈവമേ ഭാവിയായവരോട് കണ്ണുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതിയിരിക്കപ്പെടുന്ന വീട്ടിലേക്ക് പോയി. But we see in verse 14, I tell you, this man went down to his house justified rather than the other. അവൻ നീതിയിരിക്കപ്പെടുന്ന വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല. For everyone that exalteth himself shall be abased, തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും. and he that humbleth himself shall be exalted. തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Yeah, this is a very important thing for us. ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് നമുക്ക്. When we gather together, നാം ഒരുമിച്ച് കൂടുമ്പോൾ all our actions should be free from self-interest. സ്വാർത്ഥ ആഗ്രഹങ്ങൾ How long